ഹലോ ഓൾ വെൽക്കം ബാക്ക്. നീറ്റ് ക്രാഷ് 2023 ഹോം അസൈൻമെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 9 ആണ്. മൊഡ്യൂൾ 9 ഹ്യൂമൻ ഫിസിയോളജി എന്നുള്ള ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു മൊഡ്യൂളിൽ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്, അതുപോലെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, ഈ 3 ചാപ്റ്ററുകളായിരിക്കും നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുക. സോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ബൈ അമൈലേസ് ഈസ് കംപ്ലീറ്റഡ് ഇൻ. എവിടെയാണ് അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അതായത് സ്റ്റാർച്ച് നമുക്കറിയാം പ്ലാന്റ്സിലുള്ള ഒരു പോളിസാക്കറൈഡ്, നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിലൊക്കെ ഉള്ള ഒരു പോളിസാക്കറൈഡ് ആണ് സ്റ്റാർച്ച്. സ്റ്റാർച്ചിന് അമൈലേസ് ആണ് സ്റ്റാർച്ചിന് എന്ത് ചെയ്യുന്നത്? ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അമൈലേസ് ഉണ്ട്. മൗത്തിലാണെങ്കിൽ സലൈവറി അമൈലേസ് ഉണ്ട് അല്ലെ. നമ്മുടെ സലൈവയിൽ സലൈവറി അമൈലേസ് ഉണ്ട്. അയാൾ സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റും അല്ലേ. എന്നാൽ അവിടെ സ്റ്റാർച്ചിന്റെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നില്ല. സ്റ്റാർച്ച് 30% സ്റ്റാർച്ച് മാത്രമാണ് അവിടെ മാൾട്ടോസ് ആയിട്ട് മാറുന്നത്. ബാക്കി 70% സ്റ്റാർച്ചും അതിന്റെ ഡൈജഷൻ നടക്കുന്നത് നമ്മുടെ ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ടാണ് അല്ലെ. ബൈ ദ ഹെൽപ്പ് ഓഫ് പാങ്ക്രിയാറ്റിക് അമൈലേസ് ആണ്. പാങ്ക്രിയാസിൽ നിന്ന് വരുന്ന പാങ്ക്രിയാറ്റിക് അമൈലേസിന്റെ സഹായത്തോടു കൂടിയാണ് ബാക്കി സ്റ്റാർച്ചിന്റെ ഡൈജഷൻ നടക്കുന്നത് അല്ലേ. സോ മൗത്തിലല്ല എന്ത് ചെയ്യുന്നത്? മൗത്തിലല്ല സ്റ്റാർച്ചിന്റെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. ഈസോഫാഗസിലല്ല, സ്റ്റൊമക്കിലല്ല, ഇൻഡസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ട് ആയിട്ടുള്ള ഡ്യോഡനത്തിലാണ്. ബിക്കോസ് ഡ്യോഡനത്തിലേക്കാണ് എന്ത് വരുന്നത്? ഡ്യോഡനത്തിലേക്കാണ് പാങ്ക്രിയാറ്റിക് ജ്യൂസ് വരുന്നത്. പാങ്ക്രിയാസ് എന്നുള്ള പാങ്ക്രിയാറ്റിക് ജ്യൂസ് വരുന്നത്. ആ പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈമാണ് പാങ്ക്രിയാറ്റിക് അമൈലേസ്. അയാളാണ് സ്റ്റാർച്ചിന്റെ ഡൈജഷനെ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം ഡ്യോഡനത്തിലാണ് ഈ പറയുന്ന സ്റ്റാർച്ചിന്റെ ഡൈജഷൻ എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ദ കാർഡിയാക് സ്ഫിങ്ക്ചർ പ്രിവെന്റ്സ് ഫുഡ് ഫ്രം ഗോയിങ് ബാക്ക് ടു. സ്ഫിങ്ക്ചറുകൾ ഉണ്ടല്ലോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ഫിങ്ക്ചർ. കാർഡിയാക് സ്ഫിങ്ക്ചർ എന്ന് വെച്ചാൽ നമ്മുടെ കാർഡിയാക് അല്ലെ, നമ്മുടെ സ്റ്റൊമക്കിന് 4 ഡിഫറെന്റ് പോർഷൻസ് ഉണ്ട്. ഫസ്റ്റ് പോർഷൻ ആണ് കാർഡിയാക്, then fundus, body and pylori. കാർഡിയാക് അല്ലെ, കാർഡിയാക് ആണ് സ്റ്റൊമക്കിന്റെ ഫസ്റ്റ് പോർഷൻ. ഈ ഈസോഫാഗസിനും കാർഡിയാക്കിനും ഇടയിലുള്ള സ്ഫിങ്ക്ചർ ആണ് കാർഡിയാക് സ്ഫിങ്ക്ചർ, അല്ലെങ്കിൽ നമ്മൾ അതിനെ പഠിച്ചിട്ടുണ്ട് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ചർ എന്ന് അല്ലെ. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ചർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആ ഒരു സ്ഫിങ്ക്ചറിനെ കുറിച്ചിട്ടാണ്. ആ സ്ഫിങ്ക്ചർ ദാറ്റ് പ്രിവെന്റ് ഫുഡ് ഫ്രം ഗോയിങ് ബാക്ക് ടു, എങ്ങോട്ട് ഫുഡ് ഗോ ബാക്ക് ചെയ്യുന്നതിനെയാണ് ഈ സ്ഫിങ്ക്ചർ പ്രിവെന്റ് ചെയ്യുക. ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്കുള്ള സ്ഫിങ്ക്ചർ അല്ലേ. അപ്പോൾ സ്റ്റൊമക്കിൽ നിന്ന് തിരിച്ച് ഫുഡ് ഈസോഫാഗസിലേക്ക് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രിവെന്റ് ചെയ്യുന്ന സ്ഫിങ്ക്ചർ ആണ് ആര്? ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ചർ അല്ലെങ്കിൽ കാർഡിയാക് സ്ഫിങ്ക്ചർ. സോ ദ ആൻസർ ഇസ് സ്റ്റൊമക് ടു ഈസോഫാഗസ് ആണ് അല്ലെ. സ്റ്റൊമക്കിൽ നിന്ന് ഈസോഫാഗസിലേക്ക് പോവാതിരിക്കാനാണ്. എങ്ങനെ? ഗോയിങ് ബാക്ക് ടു ആണ് ചോദിച്ചത് അല്ലേ. അതായത് സ്റ്റൊമക്കിൽ നിന്ന് ബാക്ക് ടു എന്ന് പറയുമ്പോൾ ഈസോഫാഗസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന സ്ഫിങ്ക്ചർ ആണ് കാർഡിയാക് സ്ഫിങ്ക്ചർ അല്ലേ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ 3. ഡാഷ് എമംഗ് ദ ഫോളോയിങ് ആർ നോട്ട് ഡെസിഡ്വസ്. ഡെസിഡ്വസ് അല്ലാത്തത് ഏതാണ്? നമ്മുടെ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടീത്ത് നമുക്കറിയാം. ഇൻസെസർ ഉണ്ട്, കാനൈൻ ഉണ്ട്, പ്രീ മോളാർ ഉണ്ട്, മോളാർ ഉണ്ട് അല്ലേ. അതിൽ നമുക്കറിയാം നമുക്ക് 2 സെറ്റ് ഓഫ് ടീത്ത് ഉണ്ട്. ആദ്യം വരുന്നത് മിൽക്ക് ടീത്ത് ആണ്, അല്ലെങ്കിൽ ഡെസിഡ്വസ് ടീത്ത് ആണ്. ഡെസിഡ്വസ് ടീത്തിന്റെ ഫോർമുല നമുക്കറിയാം. എത്രയാണ് ഡെസിഡ്വസ് ടീത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത്? 2102/2102 ആണ്. വിച്ച് മീൻസ് അവിടെ പ്രീമോളാർസ് ഇല്ല. ഡെസിഡ്വസ് ടീത്തിൽ പ്രീമോളാർ ഇല്ല. ഇനി അഡൽട്ട് ടീത്തിന്റെ ഫോർമുല 2123 എന്നാണ് അല്ലെ. അവിടെ ഡെസിഡ്വസ് ടീത്ത് അല്ല, അവിടെ എന്തുണ്ട്? പ്രീമോളാർ ഉണ്ട്. അതായത് പ്രീമോളാർ എവിടെ ഇല്ല? ഡെസിഡ്വസ് ടീത്തിൽ പ്രീമോളാർ ഇല്ല, മിൽക്ക് ടീത്തിൽ പ്രീമോളാർ ഇല്ല. സോ എമംഗ് ദ ഫോളോയിങ് ഡെസിഡ്വസ് അല്ലാത്തത് ഏതാണ്? പ്രീമോളാർസ് ആണ്, പ്രീമോളാർസ് ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ പാങ്ക്രിയാറ്റിക് ജ്യൂസ് വിച്ച് ഇസ് റിലീസ്ഡ് ഇൻ ടു ഡ്യോഡനം ഓഫ് മാൻ. പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ 6 എൻസൈം ഉള്ളത്. 3 ഇനാക്റ്റീവ് എൻസൈം ആണ്. ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ ആൻഡ് പ്രോ കാർബോക്സി പെപ്റ്റിഡൈസ്. ദെൻ ഉള്ളത് ആക്റ്റീവ് എൻസൈംസ് ആണ്. നമുക്കറിയാം അമൈലേസ്, ലിപ്പേസ്, ന്യൂക്ലിയേസ്. ഓക്കെ, സോ given here this trypsinogen is a component of a constituent of pancreatic juice. Trypsin
ട്രിപ്സിനോജൻ്റെ ആക്ടിവേറ്റഡ് ഫോം ആണ്, അത് പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ ഇനാക്റ്റീവ് ഫോമിലാണ് ഉള്ളത്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ ആണല്ലോ, പാങ്ക്രിയാറ്റിക് ജ്യൂസിൽ ഉള്ളത് ട്രിപ്സിനോജൻ ആണ് അല്ലെ തന്നിട്ടുള്ളവയിൽ. ക്ലിയർ, ഓപ്ഷൻ സി ആണ് ആൻസർ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്സ് ആർ ഫൗണ്ട് ഇൻ. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് വൺ ഓഫ് എ സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ് ആണ് അല്ലെ. മറ്റു ഗ്ലാൻഡുകളൊക്കെ നമ്മൾ മ്യൂക്കോസയിൽ കാണുമ്പോൾ ഡ്യോഡനത്തിന്റെ സബ് മ്യൂക്കോസയിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ്. സോ ദ ആൻസർ ഇസ് ഡ്യോഡനം. ഡ്യോഡനത്തിന്റെ സബ് മ്യൂക്കോസയിലാണ് ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് കാണുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ എ. ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് നമുക്കറിയാം മ്യൂക്കസ് ടൈപ്പ് ഓഫ് സെക്രീഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മുടെ ഇൻഡസ്റ്റൈനൽ അല്ലെങ്കിൽ നമ്മുടെ ഡ്യോഡനത്തിന്റെ മ്യൂക്കോസൽ എപ്പിത്തലത്തിന് അസിഡിക് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ജ്യൂസ് നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ, നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. സക്കസ് എൻഡറിക്കസ് ഈസ് സെക്രീറ്റഡ് ബൈ. സക്കസ് എൻഡറിക്കസ് എന്ന് വെച്ചാൽ ആരാണ്? സക്കസ് എൻഡറിക്കസ് എന്ന് വെച്ചാൽ ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ആണ്. നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ഡിഫറെൻറ്റ് ഭാഗത്ത് നിന്ന് ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസയിലുള്ള സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് ഇൻഡസ്റ്റൈനൽ ജ്യൂസ്. ഇൻഡസ്റ്റൈനൽ ജ്യൂസ് പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഗ്ലാൻഡ്സ് ആണ് ക്രിപ്സ് ഓഫ് ലൈബർകൂൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസയിൽ വില്ലൈ ഉണ്ട് അല്ലേ. ഇൻഡസ്റ്റൈൻ്റെ മ്യൂക്കോസയിൽ എന്തുണ്ട്? വില്ലൈ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ദർ ഇസ് ബ്രഷ് ബോർഡർ മൈക്രോ വില്ലൈ ഒക്കെ ഉണ്ട് നമുക്കറിയാം. അതിൻ്റെ ക്രിപ്റ്റുകളിൽ അല്ലെ, അതിൻ്റെ ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻ ആണ് അതിൻ്റെ ക്രിപ്റ്റ്. ക്രിപ്റ്റിൽ വില്ലയുടെ ക്രിപ്റ്റിൽ കാണുന്ന ഗ്ലാൻഡ് ആണ് ക്രിപ്സ് ഓഫ് ലൈബർകൂൺ. അവിടെ നിന്നാണ് ഇൻഡസ്റ്റൈനൽ ജ്യൂസ് അഥവാ സക്കസ് എൻഡറിക്കസ് എന്ത് ചെയ്യുന്നത്? റിലീസ് ചെയ്യുന്നത്. സക്കസ് എൻഡറിക്കസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ഉണ്ട് അല്ലെ. ഡൈസാക്കറൈഡേസിസ് ഉണ്ട്, ഡൈപെപ്റ്റിഡേസസ് ഉണ്ട് അല്ലെ, അതുപോലെ ന്യൂക്ലിയേസസ് പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസ് ഉണ്ട്. So the answer is Sacchus entericus is secreted by crypts of Leiberkuhn. Answer is option B ആണ്. Clear? നോക്കാം next question number 7. The mucosal layer in the stomach form irregular folds. Stomachൽ mucosal layer ഫോം ചെയ്യുന്ന irregular foldനെ rugae എന്നാണ് വിളിക്കുക. അതേസമയം ഇൻഡസ്റ്റൈനൽ ആണെങ്കിൽ മ്യൂക്കോസ ഫോം ചെയ്യുന്ന ഇറഗുലർ ലെയറിനെ വില്ലൈ എന്നാണ് വിളിക്കുക. ഇൻഡസ്റ്റൈനൽ വില്ലൈ. ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ? നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 8th one. What will happen if the secretion of parietal cells of gastric gland is blocked with an inhibitor? Parietal cells also called oxyndic cells. അവരാണ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നത്? HCl സെക്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടർ, കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടർ ഒക്കെ വൈറ്റമിൻ B12ന്റെ അബ്സോർപ്ഷൻ ആവശ്യമായിട്ടുള്ള ഫാക്ടറാണ്. HClന്റെ ഫങ്ഷൻ പെപ്സിനോജൻ എന്ന് പറഞ്ഞ ഇനാക്റ്റീവ് ഫോമിനെ പെപ്സിനാക്കി മാറ്റുന്നതാണ്. ഓക്കെ, സോ ഗ്യാസ്ട്രിക് ജ്യൂസ് വിൽ ബി ഡെഫിഷ്യൻ്റ് ഇൻ കൈമോസിൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഗ്യാസ്ട്രിക് ജ്യൂസ് വിൽ ബി ഡെഫിഷ്യൻ്റ് ഇൻ പെപ്സിനോജൻ എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. In the absence of HCl secretion, inactive pepsinogen is not converted into active enzyme. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. So the answer will be option C ആണ്. Okay, so 8ന്റെ ആൻസർ ഓപ്ഷൻ C ആണ്. ക്ലിയർ? നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. Find the correctly matched pair ആണ്. പെപ്സിനോജൻ is released, it's a zymogenic cell ആണ്. ക്ലിയർ ആണ് അല്ലേ? പെപ്സിനോജൻ ഒരു സൈമോജനിക് ആണ്. സൈമോജൻ മീൻസ് ഇനാക്റ്റീവ് എൻസൈം ആണ് അല്ലേ. സൈമോജൻ എന്ന് വെച്ചാൽ എന്താ? ഇനാക്റ്റീവ് എൻസൈം ആണ്. സോ പെപ്സിനോജൻ ഇസ് ആൾസോ എന്താണ്? ഇനാക്റ്റീവ് എൻസൈം ആണ്. ക്ലിയർ? HCl റിലീസ് ചെയ്യുന്നത് എവിടെ നിന്നല്ല? ഗോബ്ലെറ്റ് സെൽസ് എന്നല്ല. HCl റിലീസ് ചെയ്യുന്നത് ഓക്സിൻഡിക് സെൽസ് എന്നാണ്. മ്യൂക്കസ് ഇസ് റിലീസ്ഡ് ഫ്രം ഗോബ്ലെറ്റ് സെൽസ്. പാങ്ക്രിയാറ്റിക് ജ്യൂസ് സലൈവറി ഗ്ലാൻഡ് എന്നല്ല, പാങ്ക്രിയാസ് എന്നാണ് സെക്രീറ്റ് ചെയ്യുക. സോ ഹിയർ ദ ഓൺലി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ഇസ് ഓപ്ഷൻ എ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. ഫൈൻഡ് ദ കറക്റ്റ് മാച്ച്. ഹെപ്പാറ്റിക് ലൊബ്യൂൾ അല്ലെ, ഒരുപാട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ഹിയർ സബ് മ്യൂക്കോസൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്രണ്ണേഴ്സ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, സോ 1 ഹിയർ ഇസ് മാച്ചിങ്. ബേസസ് ഓഫ് വില്ലൈ, വില്ലയുടെ ബേസിൽ എന്തുണ്ട്? ക്രിപ്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ക്രിപ്റ്റ് ഓഫ് ലൈബർകൂൻ ആണ്. ഇറ്റ് ഇസ് 2. ഗ്ലിസൻസ് ക്യാപ്സ്യൂൾ അല്ലെ, ഹെപ്പാറ്റിക് ലൊബ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന ക്യാപ്സ്യൂൾ ആണ് ഗ്ലിസസ് ക്യാപ്സ്യൂൾ. ഗാൾ ബ്ലാഡർ എന്നുള്ള ഡക്റ്റ് ആണ് സിസ്റ്റിക് ഡക്റ്റ് അല്ലെ. ഗാൾ ബ്ലാഡർ എന്നുള്ള ഡക്റ്റ് ആണ് സിസ്റ്റിക് ഡക്റ്റ്.
ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് നമ്മുടെ ഡിയോഡനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ഒരു സ്ഫിങ്ചർ ഉണ്ട്. സ്ഫിങ്ചറിന്റെ പേരാണ് സ്ഫിങ്ചർ ഓഫ് ഒഡി അല്ലേ. സോ ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ് മാച്ചിങ് ബിറ്റ്വീൻ. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ഓർഡർ 3, 1, 2, 5, 4 എന്നായിരിക്കും. 3, 1, 2, 5, 4. ഓക്കെ, 3, 1, 2, 5, 4 ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻ മാമൽസ് ദ ടീത്ത് ആർ. ടീത്ത് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് അല്ലേ. ഇൻസിസേഴ്സ് ഉണ്ട്, ക്യാനേഴ്സ് ഉണ്ട്, പ്രീമോളാസ് ഉണ്ട്, മോളാസ് ഉണ്ട്. നമ്മൾ അതിനെ വിളിക്കുന്നത് ഹെറ്റിറോഡോണ്ട് കണ്ടീഷൻ എന്നാണ്. ഹെറ്റിറോഡോൺ അല്ലെ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആർ ദർ. ദിസ് ടീത്ത് ആർ എംബഡഡ് ഇൻ ദി കപ്പ് ലൈക്ക് സോക്കറ്റ് ഓഫ് ജോ ബോൺ. സോ വി കോൾ അവർ ഡെന്റീഷൻ ആസ് തീക്കോഡോണ്ട് ഡെന്റീഷൻ. നമ്മൾ അതിനെ തീക്കോഡോണ്ട് ഡെന്റീഷൻ എന്ന് പറയും. ഓൺലി 2 cells പ്രസന്റ് ത്രൂ ഔട്ട് ലൈഫ്. 2 സെറ്റ് പല്ലാണ് ഉണ്ടാവുക അല്ലെ ടീത്തിലെ, മിൽക്ക് ടീത്തും അഡൽട്ട് ടീത്തും. നമ്മൾ ആ കണ്ടീഷനെ ഡിഫിയോഡോണ്ട് എന്നാണ് വിളിക്കുക. ഡിഫിയോഡോണ്ട്. These conditions are referred as heterodont, thecodont, diphyodont. That is option അല്ലേ. സോ heterodont, thecodont, diphyodont. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലേ. ഓക്കെ അല്ലേ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ റിഗാർഡിംഗ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ഇൻ ഹ്യൂമൻസ്. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ റിഗാർഡിംഗ് ആയിട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. കൈലോമൈക്രോൺസ് അല്ലേ ആർ സ്മോൾ ലിപ്പോപ്രോട്ടീൻസ്. കൈലോമൈക്രോൺസ് നമ്മൾ പഠിച്ചത് ഫാറ്റിന്റെ അബ്സോർപ്ഷനിലാണ്. ഫാറ്റ് മൈസെൽസ് നമ്മുടെ മ്യൂക്കോസൽ ഇൻഡസ്റ്റൈൻ അകത്തെത്തിക്കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് കോട്ടഡ് ബൈ പ്രോട്ടീൻസ് അല്ലേ. പ്രോട്ടീൻ കോട്ടഡ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ വിളിക്കുന്ന പേരാണ് കൈലോമൈക്രോൺസ്. സോ ദേ ആർ ലിപ്പോപ്രോട്ടീൻസ്. ലിപ്പിഡ് പ്ലസ് പ്രോട്ടീൻ, ഫാറ്റ് പ്ലസ് പ്രോട്ടീൻ. പാർട്ടിക്കിൾസ് ദാറ്റ് ആർ ട്രാൻസ്പോർട്ടഡ് ഫ്രം ഇൻഡസ്റ്റൈൻ ടു ബ്ലഡ് കാപ്പിലറീസ് എന്ന് പറയുന്നുണ്ട്. അത് തെറ്റാണ്. നമ്മൾ ആ ഫാറ്റിനെ ഈ കൈലോമൈക്രോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബ്ലഡ് കാപ്പിലറീസ് അല്ല, ലിംഫ് കാപ്പിലറീസ് ആണ്, അല്ലെങ്കിൽ ലിംഫ് വെസൽസ് ആണ്. ദാറ്റ് ലാർജ് ലിംഫ് ഡക്ട് ഇസ് കോൾഡ് ലാക്റ്റിയൽ. നമ്മൾ അയാളെ ലാക്റ്റിയൽ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ബ്ലഡ് കാപ്പിലറി എന്നുള്ളത് തെറ്റാണ്. About 60% of starch is hydrolyzed by salivary amylase. തെറ്റാണ്. 30% ആണ് salivary amylase hydrolyze ചെയ്യുന്ന സ്റ്റാർച്ചിന്റെ എമൗണ്ട്. ഓക്കെ, ഓക്സിൻഡിക് സെൽ ഇൻ അവർ സ്റ്റൊമക് സെക്രീറ്റ് പ്രോ എൻസൈം പെപ്സിനോജൻ. തെറ്റാണ്. ഓക്സിൻഡിക് സെൽസ് നമ്മൾ നേരത്തെ പറഞ്ഞു HCl-ഉം കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടറുമാണ് സെക്രീറ്റ് ചെയ്യുക. പെപ്സിനോജനെ സെക്രീറ്റ് ചെയ്യുന്നത് പെപ്റ്റിക് ഓർ ചീഫ് സെൽസ് ആണ് അല്ലെ. പെപ്റ്റിക് ഓർ ചീഫ് സെൽസ് ആണ്. Fructose and amino acids are absorbed through intestinal mucosa with the help of carrier ions like Na+. Is a true statement. Okay, because it's kind of facilitated transport ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്റ്റീവ്, പാസീവ് ആൻഡ് ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട്. അതിൽ ഈ പറയുന്ന ആളുകൾ Na+ എന്ന് പറയുന്ന കാരിയർ മോളിക്യൂളിന്റെ സഹായത്തോടു കൂടി ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ട് നടത്തുന്നുണ്ട്. സോ ആൻസർ ഓപ്ഷൻ ഡി എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. വെൻ ബ്രസ്റ്റ് ഫീഡിംഗ് ഈസ് റീപ്ലേസ്ഡ് ബൈ ലെസ് ന്യൂട്രിറ്റീവ് ഫുഡ് ലോ ഇൻ പ്രോട്ടീൻ ആൻഡ് കലോറി. പ്രോട്ടീനിലും കലോറിയിലും ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫുഡാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന് പകരം ആ കുട്ടിക്ക് കൊടുക്കുന്നത്. ഇൻ ഇൻഫാന്റ് ബിലോ ഏജ് 1 ആണ്. ഈ രണ്ട് കണ്ടീഷനും കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കോൾഡ് മരാസ്മസ് ആണ്. നമ്മൾ 2 PEM ആണ് പഠിക്കുന്നത്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ 2 പഠിക്കുന്നുണ്ട്, മെരാസ്മസും കാഷ്യോർക്കറും. മെരാസ്മസിൽ ബോത്ത് പ്രോട്ടീൻ ആൻഡ് എനർജി അഥവാ കലോറി മാൽന്യൂട്രീഷൻ ആണ്. ഇൻ ഏജ് ലോവർ ദാൻ 1 ഏജ് ആണ്. ആൻഡ് ക്വാഷ്യോർക്കർ ആണെങ്കിൽ അല്ലെ പ്രോട്ടീൻ ഓൺലി ആണ് അല്ലെ. മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ നോട്ട് അക്കമ്പനീഡ്, അൺഅക്കമ്പനീഡ് വിത്ത് കലോറി ആണ്. ഇൻ മോർ ദാൻ ഏജ് 1 ആണ് ക്വാഷ്യോർക്കർ. സോ ഹിയർ ദ ആൻസർ വിൽ ബി മെരാസ്മസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? Okay, then next question നോക്കാം നമുക്ക്. 14th one. Which one is not a gastrointestinal hormone? അല്ലെ, ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ആയിരിക്കുന്ന ഹോർമോൺ ആണ്. സെക്രീറ്റിൻ പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ടിൽ നിന്ന് വാട്ടർ ആൻഡ് ബൈകാർബണേറ്റ് സെക്രീറ്റേഴ്സ് അയക്കുന്ന ഹോർമോൺ ആണ്. കോളിസിസ്റ്റോകൈനിൻ ഗാൾ ബ്ലാഡറിലും പാൻക്രിയാസിലും ആക്ട് ചെയ്യുന്ന ഹോർമോൺ ആണ്. കോർട്ടിസോൺ ഇസ് നോട്ട് എ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഹോർമോൺ. കോർട്ടിസോൾ ഒക്കെ നമ്മൾ അഡ്രിനൽ ഗ്ലാൻഡിലാണ് പഠിക്കുന്നത് അല്ലെ. ഇറ്റ് ഇസ് കൈൻഡ് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആണ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ, 15th ക്വസ്റ്റ്യൻ ആണ്. ദ മെയിൻ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ ഓഫ് എൻറ്ററോകൈനേസ് ഈസ്. എൻറ്ററോകൈനേസിന്റെ
മെയിൻ ഡൈജസ്റ്റീവ് ഫംഗ്ഷൻ എന്താണ് ക്വസ്റ്റ്യൻ അല്ലേ. സോ നമുക്കറിയാം എൻറ്ററോകൈനേസ് എന്ന് വെച്ചാൽ നമ്മുടെ സക്കസ് എൻറ്ററിക്കസ് അഥവാ നമ്മുടെ ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുള്ള ഒരു എൻസൈമാണ്. ഇൻഡസ്റ്റൈനൽ ജ്യൂസിലുള്ള നമ്മളെ ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് എൻറ്ററോകൈനേസ്. ആൻഡ് ഈ എൻറ്ററോകൈനേസിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള ഇനാക്റ്റീവ് എൻസൈം ഉണ്ടല്ലോ ട്രിപ്സിനോജൻ, ആ ട്രിപ്സിനോജനെ ആക്റ്റീവ് ട്രിപ്സിൻ ആക്കി മാറ്റുന്ന ആളാണ് എൻറ്ററോകൈനേസ്. ദെൻ ആ ട്രിപ്സിനാണ് നമ്മുടെ കൈമോട്രിപ്സിനോജനെയും പ്രോകാർബോക്സി പെപ്റ്റിഡേസിനെയും ഒക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആള് അല്ലെ. എന്നിട്ട് അവർ പ്രോട്ടീൻ ഡൈജഷന് സഹായിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ കൺവേർഷൻ ഓഫ് കാസീൻ ഇൻറ്റു പാരാകാസീൻ അല്ല അല്ലെ. കാസീൻ എന്ന് വെച്ചാൽ മിൽക്ക് പ്രോട്ടീൻ ആണ്. നമ്മൾ മിൽക്ക് കൊയാഗുലേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്, റെനീൻ്റെ ആക്ഷൻ ഒക്കെ അല്ലെ. ഇൻഫാൻസിലാണ് റെനീൻ കാണുന്നത്. അതുപോലെ കൺവേർഷൻ ഓഫ് പെപ്സിനോജൻ ഇൻറ്റു പെപ്സിൻ ആണോ? അല്ല, അത് HCl-ന്റെ ഫംഗ്ഷൻ ആണ് അല്ലെ. കൺവേർഷൻ ഓഫ് ട്രിപ്സിനോജൻ ഇൻറ്റു ട്രിപ്സിൻ ഇസ് ദ റൈറ്റ് ആൻസർ അബൌട്ട് എൻറ്ററോകൈനേസ്. സ്റ്റിമുലേഷൻ ഓഫ് ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ടു സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ് എന്നുള്ളത് ഗ്യാസ്ട്രിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ആണ്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? ഗോയിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16th one. എ യങ് ഇൻഫാന്റ് may be feeding entirely on mother's milk, which is white in color, but the stools which the infant passes out are quite yellowish. What is this yellow color is due to? Question clear ആണല്ലോ. ഒരു കുഞ്ഞല്ലേ, ഒരു ഇൻഫാന്റ് മദേഴ്സ് മിൽക്ക് മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്, എന്നാൽ ആ ഇൻഫാന്റിന്റെ സ്റ്റൂള് അല്ലെ എന്താണ് യെല്ലോ കളറിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദിസ് യെല്ലോ കളർ ഇസ് ഡ്യൂ ടു? നമുക്കറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് വേസ്റ്റ്, ഡിഫിക്കേറ്റഡ് ഫീക്കൽ മാറ്റർ ഒക്കെ യെല്ലോ കളറിലാണ് കാണുന്നത് അല്ലെ. അൺഡൈജസ്റ്റഡ് ഫീക്കൽ മാറ്റർ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് റെക്ടം വഴി ആനസ് വഴി പുറത്തേക്ക് വരുന്നത് യെല്ലോ കളറിലാണുള്ളത്. ഓക്കെ, അത് ഇൻഫാൻസിലും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് ആ യെല്ലോ കളർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിൽ ആരുള്ളത് കൊണ്ടാണ്? അതിൽ ബൈൽ ഉള്ളത് കൊണ്ടാണ്. ബൈൽ ഡൈജഷന് സഹായിക്കുന്ന ഒരു സെക്രീഷൻ മാത്രമല്ല, അയാൾ ഒരു എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് ആണെന്ന് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ബൈലിൻ്റെ അകത്തുള്ള യെല്ലോ കളർ പിഗ്മെന്റ്സ് അല്ലെ, ബിലിറൂബിൻ അല്ലെങ്കിൽ ബിലിവേർഡിൻ ആൻഡ് ബിലിറൂബിൻ ആണ് ഈ യെല്ലോ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ യെല്ലോ കളറിന് കാരണം അൺഡൈജസ്റ്റഡ് മിൽക്ക് പ്രോട്ടീൻ കാസീൻ അല്ല, പാൻക്രിയാറ്റിക് ജ്യൂസ് പോർഡ് ഇൻടു ഡുodenum അല്ല, ഇൻഡസ്റ്റൈനൽ ജ്യൂസ് അല്ല, ബൈൽ പിഗ്മെന്റ്സ് പാസ്ഡ് ത്രൂ ബൈൽ ജ്യൂസ് ആണ് ആ യെല്ലോ കളർ ഇമ്പാർട്ട് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ബൈല് ഫാറ്റിന്റെ ഇമൾസിഫിക്കേഷൻ ഡൈജഷന് സഹായിക്കുന്നുണ്ട്. ആൾസോ നമ്മുടെ ബൈലിന്റെ രൂപത്തിൽ പുറന്തള്ളുന്നത് എ ടൈപ്പ് ഓഫ് വേസ്റ്റ് ആണ് പുറന്തള്ളുന്നത്, ലിവർ വഴി. ഓക്കെ, നമ്മുടെ ഹീമോഗ്ലോബിനിലൊക്കെ ഉണ്ടാകുന്ന ഒരു പിഗ്മെന്റ് കൂടിയാണ് ഈ ബിലിറൂബിനും ബിലിവേർഡിനും. അതുപോലെ മറ്റു പല അൺവാണ്ടഡ് തിങ്സും ഈ ബൈലിൽ ഉണ്ടാവും. ദാറ്റ് ബൈൽ ഇസ് defecated along with our undigested waste. Okay, that is why that fecal matter is seen in yellow color. So here the answer is option D. Okay, then നമുക്ക് 17th question നോക്കാം. Every 100 ml of oxygenated blood can deliver around a dash of O2 to the tissues under normal physiological condition. അല്ലേ, 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്ര ml ബ്ലഡ് ആണ് ടിഷ്യൂവിന് കൊടുക്കുക? നമ്മൾ കറക്റ്റ് ആയിട്ട് NCERT വേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് 5 ml ആണ്. 5 ml ആണ് കൊടുക്കുക. കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ എവറി 100 ml ഓഫ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാൻ ഡെലിവർ 4 ml ഓഫ് കാർബൺ ഡയോക്സൈഡ് ടു ആൽവിയോളി ആണ്. സോ എന്തായാലും ഇവിടെ ആൻസർ 5 ml ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 18. മാച്ച് ദ സ്ട്രക്ചേഴ്സ് വിത്ത് ഫങ്ഷണൽ നെയിംസ് ഗിവൺ അണ്ടർ അല്ലെ. ലാരിങ്സ് ഇസ് ഗിവൺ. ലാരിങ്സ് ഇസ് നോൺ ആസ് സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് ആണല്ലോ. ട്രക്കിയ ഇസ് നോൺ ആസ് വിൻഡ് പൈപ്പ് അല്ലെ. ട്രക്കിയ ഇസ് നോൺ ആസ് വിൻഡ് പൈപ്പ്. Alveoli is the air sac. Epiglottis is the lid of larynx. ലാരിങ്സിന്റെ അഥവാ ഗ്ലോട്ടിസിന്റെ മേലുള്ള ലിഡ് ആണ്, ഫ്ലാപ്പ് ആണ് എപ്പിഗ്ലോട്ടിസ്. നമുക്കറിയാം ഫാരിങ്സ് ഇസ് എ കോമൺ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് എയർ. എന്നിട്ട് ആ ഫാരിങ്സ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ലാരിങ്സിനെ അല്ലെങ്കിൽ ഗ്ലോട്ടിസിനെ കവർ ചെയ്ത് വെക്കുന്ന ആ ലിഡിന്റെ പേരാണ് അല്ലെ, കാർട്ടിലേജിനസ് ഫ്ലാപ്പിന്റെ പേരാണ് എപ്പിഗ്ലോട്ടിസ്. ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു അവർ ലാരിങ്സ് ഓർ ട്രക്കിയ. Okay, so here the RSQP is the right order. RSQP എന്ന് പറയുമ്പോൾ RSQP is option D ആണ് അല്ലേ. RSQP is option D ആണ്. So our answer is option D. Clear? നോക്കാം next question. 19th one. With reference to human respiration, which is correct? Okay, pulmonary ventilation is equal to alveolar ventilation അല്ലേ.
പൾമണറി വെന്റിലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രീത്തിങ് തന്നെയാണ്. നമ്മൾ ലങ്സിലേക്ക് എയർ എടുക്കുന്നു, ലങ്സിൽ നിന്ന് പുറത്തേക്ക് എയർ കളയുന്നു അല്ലെ, അല്ലെങ്കിൽ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയുന്നു, ബ്രീത്തിങ്. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് പൾമണറി വെന്റിലേഷൻ. വാട്ട് ഈസ് ആൽവിയോളാർ വെന്റിലേഷൻ? നമുക്ക് നമ്മുടെ ലങ്സിന്റെ അകത്ത് തന്നെയുള്ള എയർ സാക്കുകളാണ് ആൽവിയോളി. ഈ ആൽവിയോളിയിൽ നിന്ന് അകത്തേക്കും പുറത്തേക്കും വരുന്ന എയറിനെ അതിനെ പർട്ടിക്കുലർ ആയിട്ട് വിളിക്കുന്ന പേരാണ് എന്താ? ആൽവിയോളാർ വെന്റിലേഷൻ. സോ ഇത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. ഒരിക്കലും അല്ല. നമ്മൾ പൾമണറി വെന്റിലേഷൻ വെച്ചാൽ ടോട്ടൽ നമ്മൾ ലങ്സിലേക്ക് എടുക്കുന്ന എയറും പുറത്തേക്ക് വിടുന്ന എയറുമാണ്. എന്നാൽ ആൽവിയോളാർ എന്ന് പറയുമ്പോൾ ആൽവിയോളിലേക്ക് അല്ലെ, അതായത് ആൽവിയോളീസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലങ്സ്. ലങ്സിനകത്ത് ഒരുപാട് ആൽവിയോളീസ് ഉണ്ടാവും. സോ ആ ആൽവിയോളിന്റെ അകത്തേക്ക് വരുന്ന എയറും പുറത്തേക്ക് പോകുന്ന എയറും എന്തായിരിക്കും? പൾമണറി വെന്റിലേഷൻ്റെ അത്രയും ഉണ്ടാവില്ല അല്ലെ. പൾമണറി വെന്റിലേഷൻ എന്ന് പറയുമ്പോൾ ഫുൾ ലങ്സ് അതിൽ ഉൾപ്പെട്ടു അല്ലെ. ദർ ഇസ് നമ്മുടെ നാസൽ പാസേജ്, നമ്മുടെ കണ്ടക്ടിങ് പാത്ത് വേസ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടില്ലേ, ദർ ഇസ് എക്സ്ചേഞ്ച് പാർട്ട് ആൻഡ് കണ്ടക്ടിങ് പാർട്ട് ഉണ്ട് അല്ലെ. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിന് കണ്ടക്ടിങ് പാർട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കണ്ടക്ടിങ് പാർട്ടിലും ടോട്ടൽ ലങ്സിന്റെ എല്ലാ ഭാഗത്തേക്കും കൂടി വരുന്ന എയർ ആൻഡ് പുറത്തേക്ക് പോകുന്ന എയർ ആണ് എന്താ? ബ്രീത്തിങ് അല്ലെങ്കിൽ പൾമണറി വെന്റിലേഷൻ. ഇവിടെ ആൽവിയോളയിൽ വരുന്നത് മാത്രമാണ് ആൽവിയോളർ വെന്റിലേഷൻ എന്ന് ഡിസ്കസ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? പൾമണറി വെന്റിലേഷൻ എന്തായിരിക്കും? മോർ ദാൻ ആൽവിയോളാർ വെന്റിലേഷൻ ആയിരിക്കും അല്ലേ. സോ ആൽവിയോളാർ വെന്റിലേഷൻ ഇസ് ലെസ് ദാൻ പൾമണറി വെന്റിലേഷൻ. അതാണ് ശരി. ആൽവിയോളാർ വെന്റിലേഷൻ മോർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പൾമണറി വെന്റിലേഷൻ ലെസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോ ഹിയർ ആൻസർ ഇസ് ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. Which is the correct sequence of air passage in man? എയർ പാസേജിന്റെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചത്. ആസ് വി നോ എയർ പാസേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്റ്റേണൽ നോസ്ട്രൽസ് എന്നാണ്. ദെൻ ദർ ഇസ് നാസൽ പാസേജ്, നാസൽ ചേംബർ ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഗ്ലോട്ടസ്, ലാരിങ്സ്, ട്രക്കിയ, പ്രൈമറി ബ്രോങ്കൈ അല്ലേ, ദെൻ സെക്കൻഡറി ബ്രോങ്കൈ ഉണ്ട്, ദെൻ ബ്രോങ്കിയോൾസ്, ഫൈനലി ആൽവിയോളി അല്ലേ. അതാണ് നമ്മുടെ പാത്വേ. സോ ഹിയർ നോസ്ട്രൽസ് കൊടുത്തിട്ടില്ല. നാസൽ ക്യാവിറ്റി തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാസൽ ക്യാവിറ്റി ലാരിങ്സ് കഴിഞ്ഞിട്ടാണ് ഫാരിങ്സ് കൊടുത്തത്. സീക്വൻസ് തെറ്റാണ് അല്ലെ. ഫാരിങ്സ് കഴിഞ്ഞിട്ടാണ് ലാരിങ്സ് വരുന്നത് അല്ലെ. സോ ഹിയർ നാസൽ ക്യാവിറ്റി, ഫാരിങ്സ്, ട്രക്കിയ കഴിഞ്ഞിട്ടാണ് ലാരിങ്സ് കൊടുത്തത്, തെറ്റിപ്പോയി. നാസൽ ക്യാവിറ്റി, ലാരിങ്സ്, ബ്രോങ്കൈ കഴിഞ്ഞിട്ടാണ് ഫാരിങ്സ് കൊടുത്തത്, അതും തെറ്റാണ്. നാസൽ ക്യാവിറ്റി, ദെൻ ഫാരിങ്സ്, ദെൻ ലാരിങ്സ്, ദെൻ ട്രക്കിയ, ദെൻ ബ്രോങ്കൈ, ദെൻ ബ്രോങ്കിയോൾസ്, ഫൈനലി ആൽവിയോളി. ദാറ്റ് ഈസ് ദ ട്രൂ സീക്വൻസ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ 21. ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ, നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സം എയർ ഈസ് ലെഫ്റ്റ് ഇൻ ദ ലങ്സ് അല്ലേ. നമ്മൾ എത്ര ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്താലും an amount of air is remaining in the lungs. That remaining volume of air in the lungs അല്ലെങ്കിൽ alveoli after a forceful expiration is called റെസിജ്വൽ വോളിയം എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ. റെസിജ്യൂ എന്ന് വെച്ചാൽ ബാക്കിയാവുന്നത്, റിമൈനിങ് വരുന്നത് എന്നാണ് അർത്ഥം അല്ലെ. റെസിജ്വൽ വോളിയം നമ്മുടെ എത്ര ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്താലും നമ്മുടെ ലങ്സിന്റെ അകത്ത്, നമ്മുടെ ആൽവിയോളിന്റെ അകത്ത് ബാക്കിയാകുന്ന എയറിന്റെ വോളിയമാണ് റെസിജ്വൽ വോളിയം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ. ക്ലിയർ? നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 22 ആണ്. ഡ്യൂറിങ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ഓക്സി ഹീമോഗ്ലോബിൻ അറ്റ് ദ ടിഷ്യൂ ലെവൽ ലിബറേറ്റ് ഓക്സിജൻ ടു സെൽസ് അല്ലേ. നമുക്കറിയാം ആൽവിയോളാർ റീജിയനിൽ ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്നിട്ട് അല്ലെ, ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുന്നു. ടിഷ്യൂ റീജിയനിൽ എത്തുമ്പോൾ അത് തിരിച്ച് ബ്രേക്ക് ഡൗൺ ചെയ്യും അല്ലെ. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ആൽവിയോളാർ റീജിയനിൽ എന്താണ്? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലും, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ടെമ്പറേച്ചർ, H+ കോൺസെൻട്രേഷൻ ഒക്കെ എന്താണ്? H+ കോൺസെൻട്രേഷൻ ഒക്കെ കുറവുമാണ്. എന്നാൽ ടിഷ്യൂ റീജിയനിൽ നേരെ ഓപ്പോസിറ്റുമാണ് അല്ലേ. അതുകൊണ്ടാണ് ആൽവിയോളാർ റീജിയനിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുകയും ടിഷ്യൂ റീജിയനിൽ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ചോദിക്കുകയാണ്, ടിഷ്യൂ റീജിയൻ എത്തുമ്പോൾ എന്താണ് കണ്ടീഷൻ? ടിഷ്യൂ റീജിയൻ എത്തുമ്പോൾ എന്താ കണ്ടീഷൻ? PO2 കുറവാണ്, ഓക്സിജൻ ടെൻഷൻ കുറവാണ്, ഓക്സിജൻ പ്രഷർ, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, അതാണ് ഓക്സിജൻ ടെൻഷൻ. ഓക്സിജൻ ടെൻഷൻ അവിടെ കുറവാണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ടെൻഷൻ എന്താണ്? കൂടുതലാണ് അല്ലേ. സോ ഇവിടെ കോൺസെൻട്രേഷൻ എന്നതിനേക്കാളും ടെൻഷൻ എന്നുള്ള വേർഡാണ് നമ്മൾ കൂടുതൽ ആപ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഓക്സിജൻ ടെൻഷൻ ഇസ് ലോ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടെൻഷൻ ഇസ് ഹൈ ഇൻ ടിഷ്യൂ റീജിയൻ ബിക്കോസ് ടിഷ്യൂസ് ലിബറേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ടെൻഷൻ വിൽ ബി മോർ and oxygen tension will be less. That is why this is happening. So answer is option C ആണ്. ഇവിടെ പാർഷ്യൽ പ്രഷർ എന്നതിന് പകരം ടെൻഷൻ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, മോറോവർ കോൺസെൻട്രേഷനേക്കാളും അവിടെ പ്രഷറാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ട് ചേരുന്ന വാക്ക്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23.
ഹെവി ലേബേർഡ് ബ്രീത്തിങ്. ഹെവി ഭയങ്കരമായിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്തല്ലേ, ഒരുപാട് ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ ഇൻസ്പിരേഷൻ പ്ലസ് എക്സ്പിരേഷൻ ആണ്. ഹെവി ആയിട്ട് നമ്മൾ ഒരുപാട് നേരം ബ്രീത്ത് ചെയ്തു. ഈസ് ഫോളോഡ് ബൈ നോ ബ്രീത്തിങ്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം ഹെവി ബ്രീത്തിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ദർ ഈസ് നോ ബ്രീത്തിങ് അല്ലേ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക്. ഓക്കെ, അറ്റ് ഓൾ. ബിക്കോസ് അത് എന്തുകൊണ്ടാണ്? ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ് ആണോ, ഹൈ O2 ഇൻ അറ്റ്മോസ്ഫിയർ ആണോ, ലോ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ് ആണോ, ലോ O2 ഇൻ ബ്ലഡ് ആണോ? നമുക്ക് നമ്മുടെ റെസ്പിറേറ്ററി റിതം സെൻറ്റർ ഒക്കെ ഉണ്ട് അല്ലേ. റെസ്പിറേറ്ററി റിതം, നമ്മളെ ബ്രീത്തിങ്ങിൻ്റെ സ്പീഡ്, ഇൻസ്പിരേഷൻ ആണ് എക്സ്പിരേഷൻ്റെ ഡ്യൂറേഷൻ ഒക്കെ നിയന്ത്രിക്കുന്നത് റെസ്പിറേറ്ററി റിതം സെൻറ്റർ ആണ് അല്ലേ. ഈ റെസ്പിറേറ്ററി റിതം സെൻറ്ററിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ, ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ ആണ്, മറ്റൊന്ന് H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഇൻ ബ്ലഡ് അല്ലേ. അതേസമയം നമ്മളവിടെ പഠിക്കുന്നുണ്ട് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ നമ്മുടെ റെസ്പിറേറ്ററി റിതത്തിനെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോ ബ്രീത്തിങ്, അവിടെ ഹെവി ലേബേർഡ് ബ്രീത്തിങ്ങിന് ശേഷം കുറച്ച് സമയം ബ്രീത്തിങ് ഇല്ല. എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ഹെവി ലേബേർഡ് ബ്രീത്തിങ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ബോഡിയിൽ കുറയും അല്ലേ. സോ ലോ CO2 ഇൻ ബ്ലഡ് അല്ലേ. അപ്പോൾ അവിടെ നമ്മളെ ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കുറവാണ്. സോ നമ്മളെ ബ്രീത്തിങ് അവിടെ കുറച്ച് നേരത്തേക്ക് നോ ബ്രീത്തിങ് ആയിട്ട് മാറുന്നതിൽ പ്രശ്നമില്ല അല്ലേ. ലോ ഓക്സിജൻ ആണോ ബ്ലഡിൽ ഉണ്ടാവുക? അല്ല, ഹെവി ബ്രീത്തിങ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ നന്നായിട്ട് ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ തെറ്റാം. ഹൈ ഓക്സിജൻ അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടാണോ? അതെന്തായാലും അല്ല. ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ബ്ലഡിൽ? അതുമല്ല. ഹൈ ബ്രീത്തിങ് നടത്തി കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് പുറന്തള്ളും അല്ലേ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ബ്ലഡ് ആയിരിക്കും ആഫ്റ്റർ അല്ലേ ഹെവി ലേബേർഡ് ബ്രീത്തിങ്. ഓക്കെ, സോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയാലോ ബ്രീത്തിങ് റേറ്റ് കൂടും അല്ലേ. ബിക്കോസ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ H+ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ ആണ് റെസ്പിറേറ്ററി റിതത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ഘടകം. നമ്മൾ പഠിച്ചിട്ടുള്ള കീമോ സെൻസിറ്റീവ് ഏരിയാസ് വരെ സെൻസ് ചെയ്യുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും H+ അയോണിൻ്റെയും കോൺസെൻട്രേഷൻ കൂടുകയും കുറയുകയും ചെയ്യുന്ന കാര്യമാണ്. ഓക്സിജന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതും കുറയുന്നതും അതിനെ ബാധിക്കുന്ന വിഷയമില്ല അല്ലേ. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. ദ കറക്റ്റ് മാച്ച് ഫോർ കൈൻഡ് ഓഫ് റെസ്പിറേഷൻ അല്ലേ. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റെസ്പിറേഷൻ ഉണ്ട്. എർത്ത് വേം നമുക്കറിയാം ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ്. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ത്രൂ സ്കിന്നിലൂടെയുള്ള റെസ്പിറേഷൻ. ഹ്യൂമൻസ് ലങ്സ് വഴിയുള്ള റെസ്പിറേഷൻ ആണ് പൾമണറി റെസ്പിറേഷൻ അല്ലേ. സോ ദിസ് വൺ പ്രോൺ അല്ലേ. ദർ ഇസ് ആർത്രോപോഡ് ആണ് എങ്കിലും എന്താണ്, അയാൾ അക്വാട്ടിക് ആണ്. സോ അവിടെ എന്തായിരിക്കും? ഗിൽസ് വഴിയുള്ള റെസ്പിറേഷൻ ആയിരിക്കും. ഗിൽസ് വഴിയുള്ള റെസ്പിറേഷൻ വിളിക്കുന്ന പേരാണ് ബ്രാങ്കിയൽ റെസ്പിറേഷൻ. ഇൻസെക്റ്റിൽ ട്രക്കിയൽ സിസ്റ്റം ആണല്ലേ. നമ്മൾ കോക്രോച്ചിലൊക്കെ പഠിച്ചിട്ടില്ല, ട്രക്കിയൽ സിസ്റ്റം ആണ് ഇൻസെക്റ്റിൽ കാണുന്നത്. ഓക്കെ, ദെൻ സോ 4 1 2 3 4 1 2 3 ഇസ് ദ റൈറ്റ് കോമ്പിനേഷൻ. 4 1 2 3 ദാറ്റ് ഇസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. ഓക്കെ, ക്ലിയർ. നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന് ട്രാൻസ്പോർട്ടേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഇതിൽ നോക്കുക, നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കാർബോണിക് അൺഹൈഡ്രേറ്റ്സ്. ഇയാൾ ആരാണ്? നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് അല്ലെ ആസ് ബൈകാർബണേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആസ് കാർബോണിക് ആസിഡ്. എന്താ സംഭവം? കാർബൺ ഡൈ ഓക്സൈഡ് കമ്പൈൻ വിത്ത് വാട്ടർ അല്ലേ ടു ഫോം H2CO3 by the help of this carbonic anhydrase. അല്ലേ. H2CO3 again act on carbonic anhydrase to form HCO3 minus and H+. അല്ലേ. So here HCO3 minus is bicarbonate and carbon dioxide is transported as bicarbonate അല്ലേ along through the RBC. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 70% of carbon dioxide transported in this way. Also 20-25% കാർബാമിനോ ഹീമോഗ്ലോബിൻ ആയിട്ടാണ്. 7% കാർബോണിക് ആസിഡ് H2CO3 കാർബോണിക് ആസിഡ് ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഇവിടെ കാർബോണിക് അൺഹൈഡ്രേറ്റ്സ് ഇതിൽ വളരെയധികം പങ്ക് വഹിക്കുന്ന ഒരു എൻസൈമാണ്. കാർബോണിക് അൺഹൈഡ്രേറ്റ്സിനെ കുറിച്ച് നമ്മൾ ബയോമോളിക്യൂൾസിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു എൻസൈം റിയാക്ഷൻ എത്രത്തോളം സ്പീഡപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 26. പിക്ക് ദ കറക്റ്റ് മാച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് മാച്ച് പിക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദർ ഇസ് ഓപ്ഷൻസ് ആൾസോ ഗിവൺ. സോ ഹിയർ ERV അല്ലേ, എക്സ്പിറേറ്ററി റിസർവ് വോളിയം.
എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെ വാല്യൂ എത്രയായിരുന്നു അല്ലേ? 1200 ആണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെ വാല്യൂ അല്ലേ? 1100 to 1200 ആണ് എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെ വാല്യൂ. സോ ഹിയർ വി മാച്ചിങ് വിത്ത് എസ്. ടി വി ടൈഡൽ വോളിയം അല്ലേ 500 ml ആണ് നമുക്കറിയാം. ഇറ്റ് ഇസ് ആർ. IRV ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ആണ് 2500 to 3000 വരെ ആണ് വോളിയം. ഓക്കെ, സോ ഇറ്റ് ഇസ് Q. Then there is FRC functional residual capacity. എന്താണ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി? നോർമൽ എക്സ്പിറേഷന് ശേഷവും നമുക്ക് എത്ര വോളിയം ഓഫ് എയർ റിമൈനിങ് ആയിട്ട് ഉണ്ടാവും നമ്മുടെ ലങ്സിൽ അല്ലെ? റെസിഡ്യുവൽ ആണല്ലോ. റെസിഡ്യുവൽ എന്ന് വെച്ചാൽ റിമൈനിങ് അല്ലെ? വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ ആണ്. നോർമൽ എക്സ്പിറേഷന് ശേഷം നമുക്ക് ഫോഴ്സിബിളി എക്സ്പയർ ചെയ്യാൻ പറ്റുന്ന എയർ എന്തുണ്ട്? വോളിയം ഓഫ് എയർ ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് ദർ ഇസ് ERV അവിടെ ബാക്കി ഉണ്ടാവും. പ്ലസ് നോർമലി നമ്മുടെ ലങ്സിൽ RV അല്ലെ റെസിഡ്യുവൽ വോളിയം എപ്പോഴും അവിടെ ബാക്കി ഉണ്ടാകും. സോ FRC is equal to ERV plus RV ആണ്. ദാറ്റ് മീൻസ് ERV നമുക്കറിയാം ഒരു 1200 വരെയാണ് ERV വരുന്നത്. ആൾസോ നമ്മുടെ റെസിഡ്യുവൽ വോളിയം ആൾസോ 1100 to 1200 റേഞ്ചിൽ വരുന്നുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2400 ആണ്. വിച്ച് മീൻസ് അവർ വാല്യൂ വിൽ ബി P അല്ലേ? 2400 ml. സോ SRQP എന്നുള്ള ഓർഡർ ആണ് വരുന്നത് അല്ലേ? സോ നമുക്ക് നോക്കാം. SRQP എന്നുള്ള ഓർഡറിൽ വരുന്ന ഓപ്ഷൻ A ആണ്. ഓക്കെ, സോ ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ദർ ഇസ് 27. ദ ഡയഗ്രാം ആണ് റെപ്രസെന്റ് ഹ്യൂമൻ ലാരിങ്സ്. ഓക്കെ, ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ലേബലിംഗ് ഫ്രം ദ ഓപ്ഷൻ ഗിവൺ. ഓക്കെ, സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A ഇതാരാണ്? നമ്മുടെ എപ്പിഗ്ലോട്ടിസ് ആണ് അല്ലേ? ദർ ഇസ് എപ്പിഗ്ലോട്ടിസ് ഗിവൺ വിച്ച് ഇസ് ദ കാർട്ടിലേജിനസ് ഫ്ലാപ്പ് ഓവർ ദ ഗ്ലോട്ടസ് കവറിംഗ് അല്ലേ? കവറിംഗ് ദ ഗ്ലോട്ടസ്. സോ ഹിയർ B എന്ന് കൊടുത്തിട്ടുണ്ട്. ലാരിങ്സിന് ചുറ്റുമുള്ള എന്തോ ഒരു സംഭവമാണ് അല്ലേ? എയ്തർ സൈഡ്സ് ഓഫ് ട്രക്കിയ അല്ലെങ്കിൽ ലാരിങ്സ് വി ക്യാൻ സി എ ഗ്ലാൻഡ് കോൾഡ് തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ? മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് കെമിക്കൽ കോർഡിനേഷനിൽ തൈറോയിഡ് ഗ്ലാൻഡ്. ദെൻ ദർ C എന്ന് കൊടുത്തിട്ടുണ്ട്. C എന്ന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലൈൻസിനെയാണ് അല്ലേ? നമ്മുടെ ട്രക്കിയയിൽ കാണുന്ന എന്താണിത്? C ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ആണ് അല്ലേ? C ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ D നമുക്ക് കൊടുത്തിട്ടുണ്ട്. ട്രക്കിയ ആണ് D എന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് കൂടെ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവുള്ളൂ. സോ ഹിയർ A എന്ന് പറഞ്ഞാൽ എപ്പിഗ്ലോട്ടിസ് ആണ്. B തൈറോയിഡ് ആണ്. C ട്രക്കിയൽ കാർട്ടിലേജ് നമ്മൾ പറഞ്ഞില്ലേ? C ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് എന്ന് പറഞ്ഞല്ലോ. D ഈസ് ട്രക്കിയ ആണ് അല്ലേ? സോ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ബാക്കിയൊക്കെ A തന്നെ തെറ്റാണ്. A തന്നെ തെറ്റാണ് ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് നമുക്ക് നോക്കാം നെക്സ്റ്റ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ D ആണ്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 28. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻസ് ആണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നോക്കാം ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന്. വർക്കേഴ്സ് ഇൻ ഗ്രൈൻഡിങ് ആൻഡ് സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രി അല്ലേ മേ സഫർ ഫ്രം ലങ് ഫൈബ്രോസിസ്. ഇത് നമ്മുടെ ലങ് ഡിസോർഡർ അല്ലേ? ഒക്കുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ ആണ് അല്ലേ? ഒക്കുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള ഗ്രൈൻഡിങ് അല്ലേ അല്ലെങ്കിൽ സ്റ്റോൺ ബ്രേക്കിംഗ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലേ ലോങ് ടേമിൽ ഇങ്ങനെ ഈ പൊടി ശ്വസിക്കുന്ന സമയത്ത് അല്ലേ ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ലങ് ഫൈബ്രോസിസ് അല്ലേ ഫൈബ്രോസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ലേ? നമ്മൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റീവ് മാസ്ക് വെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അബൌട്ട് 90% ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇസ് ക്യാരിഡ് ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. തെറ്റാണ്. ഓൺലി 20 to 25% മാത്രമാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സിഗരറ്റ് സ്മോക്കിംഗ് മേ ലീഡ് ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ എന്ന് പറയുന്നത് ആസ്മയുടെ സിംറ്റംസിലാണ് വരുന്നത് അല്ലേ? ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്ക്യൂൾസ് ഡ്യൂ ടു അലർജിക് റിയാക്ഷൻസ് ആണ്. ദെൻ ദർ ഇസ് ന്യൂറൽ സിഗ്നൽസ് ഫ്രം ന്യൂമോടാക്സിക് സെന്റർ. നമ്മുടെ പോൺസിലുള്ള റെസ്പിറേറ്ററി റിതം സെന്ററിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ന്യൂമോടാക്സിക് സെന്റർ ഇൻ പോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റീജിയൻ ഓഫ് ബ്രെയിൻ ക്യാൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. തെറ്റാണ്. ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ ആണ് കറക്റ്റ്. നമ്മൾ NCERT കൊടുത്തിട്ടുള്ള പോയിന്റ് ആണ്. ന്യൂമോടാക്സിക് സെന്റർ ഇൻസ്പിറേഷൻ്റെ ഡ്യൂറേഷനെ കുറയ്ക്കാനാണ് സഹായിക്കുന്നത്, ഡിക്രീസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ഡിയും എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ സിയും തെറ്റാണ്. സോ ഹിയർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൺലി ഓപ്ഷൻ എ. സോ അവർ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് എന്നാണ്? തെറ്റായത് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത്.
Our heart normally beats 70 to 75 times per minute in a minute. Average 72 beats per minute meter inverse അഥവാ per minute ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണല്ലോ അല്ലെ. നമ്മൾ SA നോട് നമുക്കറിയാം പേസ് മേക്കർ SA നോട് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നു 70 to 75 ടൈംസ് പെർ മിനിറ്റ് അല്ലേ. അപ്പോൾ ഓരോ ആക്ഷൻ പൊട്ടൻഷ്യൽ സമയത്തും എന്തുണ്ടാകും, ഹാർട്ടിൽ ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. സോ അതാണ് ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഹാർട്ട് ബീറ്റ് 72 ആണ് ആവറേജ് അല്ലെ, 70 to 75 അല്ലെങ്കിൽ 72 ആണ് ആവറേജ്. ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. എ ബണ്ടിൽ ഓഫ് നോഡൽ ഫൈബേഴ്സ് അല്ലേ, AV ബണ്ടിൽ കണ്ടിന്യൂസ് ഫ്രം AV നോഡ് അല്ലേ. AV ബണ്ടിൽ നമുക്കറിയാലോ, നമ്മുടെ കണ്ടക്ടിങ് സിസ്റ്റം ഓഫ് ഹാർട്ടിൽ പഠിച്ചിട്ടുണ്ട്. സോ AV നോഡ് എവിടെ കാണാം, റൈറ്റ് ഏട്രിയത്തിന്റെ ലോവർ ലെഫ്റ്റ് കോർണറിലാണ് AV നോഡ് ഉള്ളത്. അവിടുന്ന് AV ബണ്ടിൽ അറൈസ് ചെയ്യുന്നു, വിച്ച് പാസസ് ത്രൂ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റ. ഓക്കെ ആണല്ലോ. ടു എമർജ് ഓൺ ദ ടോപ്പ് ഓഫ് ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന്റെ ടോപ്പ് വരെ അത് വരും. എന്നിട്ട് അവിടുന്ന് രണ്ട് വെൻട്രിക്കിളിലേക്കും രണ്ട് ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് വിളിക്കും അല്ലേ. സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നോക്കാം, സി നോക്കാം. നോഡൽ മസ്കുലേച്ചർ ഹാസ് ദ എബിലിറ്റി ടു ജനറേറ്റ് ആക്ഷൻ പൊട്ടൻഷ്യൽ വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ അല്ലേ. നോഡൽ ടിഷ്യൂ അഥവാ സ്പെഷ്യലൈസ്ഡ് മസിൽ ടിഷ്യൂസ് ആണ്. അവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്, ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് വിത്തൗട്ട് എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ദേ ആർ ഓട്ടോ എക്സൈറ്റബിൾ. അവർക്ക് സെൽഫായിട്ട് എക്സൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പഠിച്ച കാര്യമാണ് അല്ലെ. SA നോടൊക്കെ ഓട്ടോ എക്സൈറ്റബിൾ ആണ്. സോ അതും ശരിയാണ് അല്ലേ. അപ്പോൾ നോക്കൂ, 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. സോ ഓൾ ആർ കറക്റ്റ്. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. നോക്കാം, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30 ആണ്. മാച്ച് ദ ടൈപ്പ് ഓഫ് ടിഷ്യൂസ് വിത്ത് കവറിങ്സ് ഗിവൺ അണ്ടർ. കാർട്ടിലേജ് അല്ലേ, കവറിങ്സും ടിഷ്യൂസും കവറിങ്സും ആണ് കൊടുത്തിട്ടുള്ളത്. കാർട്ടിലേജ് ഇസ് ദസ്. നമുക്ക് പെരികോൺഡ്രിയം. പെരി മീൻസ് ചുറ്റും അല്ലേ, അറൗണ്ട് എന്നുള്ള അർത്ഥമാണ് പെരി. ഓക്കെ, നമ്മൾ പെരി എന്ന് പല ഭാഗത്തും കണ്ടിട്ടില്ല. ചുറ്റുന്നതിനാണ് നമ്മൾ പെരി എന്ന് വിളിക്കുക, ചുറ്റുമുള്ളതിനെ പെരിഫറി. ഓക്കെ, പെരി എന്ന് വെച്ചാൽ അറൗണ്ട് ആണ്. സോ പെരികോൺഡ്രിയം, കോൺട്രി എന്ന് വെച്ചാൽ കാർട്ടിലേജ് ആണ് അല്ലേ. കോൺട്രി മീൻസ് കാർട്ടിലേജ് ആണ് നമ്മൾ പഠിക്കുന്നുണ്ട്. കോൺട്രിക്ടൈസ് കാർട്ടിലേജിനസ് ഫിഷസ് അല്ലേ. സോ അത് കോൺട്രോസൈറ്റ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, കാർട്ടിലേജ് ആണത്. സോ ഹിയർ പെരികോൺഡ്രിയം എന്ന് വെച്ചാൽ കാർട്ടിലേജിന്റെ കവറിംഗ് ആണ്. സോ എ ഇസ് മാച്ചിങ് ആർ. അതുപോലെ തന്നെ ബോണ്, പെരി ഓസ്റ്റിയം അല്ലെ, ഓസ്റ്റിയോസൈറ്റ് അല്ലെ. ഓസ്റ്റിയോസൈറ്റ്സ് ബോണാണ്, അല്ലെങ്കിൽ ഓസ്റ്റിക്ടൈസ് ബോണി ഫിഷ് ആണ്. സോ ഓസ്റ്റിയോ എന്നുള്ളത് ബോണുമായിട്ട് ബന്ധപ്പെട്ട ടേം ആണ്. സോ ഇറ്റ് ഇസ് പെരി ഓസ്റ്റിയ. മസിൽ ഫൈബറിന്റെ കവറിംഗ് ആണ് സാർക്കോലമ. നമ്മൾ പഠിക്കുന്നുണ്ട്, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റിലാണ് നമ്മൾ ആ കാര്യം പഠിച്ചത് ആണല്ലോ. ദെൻ ന്യൂറോണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂറിലെമ്മ, ന്യൂറോണിന്റെ കവറിംഗ്. ഓക്കെ, സോ ദാറ്റ് ഇസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഈ ടേംസ് ഒക്കെ നിങ്ങൾക്ക് മേ ബി പുതിയതാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ലോജിക് വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഹിയർ RSQP ആണ് കറക്റ്റ് ഓർഡർ. RSQP എന്ന് പറയുമ്പോൾ RSQP, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 31 ആണ്. ആക്റ്റിൻ ബൈൻഡിങ് അല്ലെ. ഇപ്പൊ നമ്മൾ ലോക്കോമോഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ്സ് ആർ ലൊക്കേറ്റഡ്. ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് എവിടെ ഉണ്ടാവുക, മയോസിനിലാണ് ഉണ്ടാവുക അല്ലെ. ആക്റ്റിന് ബൈൻഡ് ചെയ്യാനുള്ള സൈറ്റ് മയോസിനിലാണ്. ആക്റ്റിൻ ഫിലമെന്റും മയോസിൻ ഫിലമെന്റിനും ഇടയിലല്ലേ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുക. അപ്പൊ മയോസിനിലാണ് ഉണ്ടാവുക. ട്രോപ്പോണിൻ ആക്റ്റിൻ ഫിലമെന്റിന്റെ ഭാഗമാണ്. ട്രോപ്പോമയോസിൻ ആക്റ്റിൻ ഫിലമെന്റിന്റെ ഭാഗമാണ്. മീറോമയോസിൻ അല്ലെ, മയോസിന്റെ യൂണിറ്റ് ആണ് മീറോമയോസിൻ. മയോസിൻ പോളിമറിന്റെ മോണോമർ ആണ് മീറോമയോസിൻ. നമ്മൾ പഠിച്ചിട്ടില്ലേ, ഓരോ മീറോമയോസിൻസ് ഇങ്ങനെ കൂടി ചേർന്നിട്ടാണ് മയോസിൻ പോളിമർ ഉണ്ടാവുക അല്ലെ. നമ്മൾ പഠിച്ചല്ലോ മീറോമയോസിന്റെ സ്ട്രക്ചർ, HMM, LMM ഒക്കെ. ഹെവി മീറോമയോസിനും ലൈറ്റ് മീറോമയോസിനും ഒക്കെ ആ HMM അല്ലെങ്കിൽ മീറോമയോസിന്റെ ഹെഡിലാണ് എന്തുള്ളത്, ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും ATP ബൈൻഡിങ് സൈറ്റും ഒക്കെ ഉള്ളത് നമ്മൾ പഠിച്ചതാണ് സ്ട്രക്ചർ. ആക്റ്റിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചറും പഠിച്ചിട്ടുണ്ട്, മയോസിൻ ഫിലമെന്റിന്റെ സ്ട്രക്ചറും പഠിച്ചിട്ടുണ്ട്. ബോത്ത് ട്രോപ്പോമയോസിൻ ആൻഡ് മീറോമയോസിൻ തെറ്റാണ്. മീറോമയോസിനിൽ മാത്രമാണ് എന്തുള്ളത്, ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റ് ഉള്ളത്. ഓക്കെ, സോ ഹിയർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഹിയർ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് ആക്റ്റിനും മയോസിനും കറക്റ്റായിട്ട് പഠിച്ചാൽ മാത്രമേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, നമ്പർ 32. 8th and 9th ribs അല്ലെ. റിബ്സ് there is 12 ribs ഉണ്ട്. ഫസ്റ്റ് 7 ribs എന്താണ്, ട്രൂ റിബ്സ് ആണ്. ദെൻ 8th, 9th and 10th എന്താണ്, ഫാൾസ് റിബ്സ് ആണ്. 11th, 12th
ഫ്ലോട്ടിംഗ് റിബ്സ് ആണ് അല്ലേ. സെവൻത്ത് ട്രൂ റിബ്സ് എന്ന് പറയാൻ കാരണം അവർ വെൻട്രലി സ്റ്റേണുമായിട്ടും ഡോർസലി വെർട്ടിബ്രൽ കോളവുമായിട്ടും കണക്റ്റഡ് ആണ്. ഇനി ഫാൾസ് റിബ്സ് ആണെങ്കിലോ ഡോർസലി വെർട്ടിബ്രൽ കോളവുമായിട്ട് കണക്റ്റഡ് ആണ്, എന്നാൽ വെൻട്രലി ഡയറക്റ്റ് കണക്ഷൻ ഇല്ല സ്റ്റേണവുമായിട്ട്. ദേ ആർ കണക്റ്റിംഗ് ടു സ്റ്റേണം അല്ലെ ബൈ ദ ഹെൽപ്പ് ഓഫ് അല്ലെങ്കിൽ എലോങ് വിത്ത് സെവൻത്ത് റിബ്. സെവൻത്ത് റിബിനോടൊപ്പം ചേർന്നിട്ടാണ് അവർ സ്റ്റേണുമായിട്ട് കണക്ട് ചെയ്യുക. ഫ്ലോട്ടിംഗ് റിബ്സിന് പിന്നെ വെൻട്രലി കണക്ഷനേ ഇല്ല. ഡോർസലി വെർട്ടിബ്രൽ കോളവുമായിട്ട് കണക്ഷൻ ഉണ്ട്, വെൻട്രലി ദർ ഇസ് നോ കണക്ഷൻ വിത്ത് സ്റ്റേണം. ഓക്കെ, സോ ഹിയർ 8th and 9th ആണ് അഥവാ ഫാൾസ് റിബ്സിനെ കുറിച്ചാണ് ചോദ്യം. 8th and 9th ribs are called false because they are attached to 7th intercostal ആണ് അല്ലെ. 7th intercostalമായിട്ടാണ്, അതായത് 7th റിബിന്റെ 7th intercostalമായിട്ടാണ് അവർക്ക് കണക്ഷൻ ഉള്ളത്. സോ ദേ ആർ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. ഓക്കെ ഓക്കെ, സോ ആൻസർ ഇസ് സി. ക്ലിയർ? നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 33. ദ ക്രേനിയം ഇൻ മാൻ കൺസിസ്റ്റ് ഓഫ്. ക്രേനിയത്തിൽ എത്ര ബോൺ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. ക്രേനിയത്തിൽ ഏതൊക്കെ ബോൺ ഉണ്ട്? ദർ ഇസ് ഫ്രണ്ടൽ ബോൺ ഉണ്ട് അല്ലേ, വൺ ഫ്രണ്ടൽ ബോൺ ഉണ്ട്. പറൈറ്റൽ ബോൺ ഉണ്ട്, പറൈറ്റൽ ബോൺ 2 എണ്ണം ഉണ്ട്. ടെമ്പറൽ ബോൺ ഉണ്ട്, ടെമ്പറൽ ബോൺ 2 എണ്ണം ഉണ്ട്. ഓക്സിപിറ്റൽ ബോൺ ഉണ്ട് അല്ലേ, ഓക്സിപിറ്റൽ ബോൺ, ഓക്സിപിറ്റൽ കോണ്ടയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്സിപിറ്റൽ ബോൺ ഉണ്ട്, 1 എത്മോയിഡ് ബോൺ ഉണ്ട്, എത്മോയിഡ് 1. സ്ഫീനോയിഡ് ബോൺ ഉണ്ട്, സ്ഫീനോയിഡ് 1. ടോട്ടൽ 3 + 4 + 7 + 1 8 ബോൺസ് ആണ് ക്രേനിയം ബോൺസ്. നമ്മൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 8 ബോൺസ് ആണ് ക്രേനിയൽ ബോൺസ്, 14 ബോൺസ് ആണ് ഫേഷ്യൽ ബോൺസ് അല്ലേ, പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മുടെ സ്കള്ളുമായിട്ട് ബന്ധപ്പെട്ട ബോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? Then നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 34. ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ദി ഹൈൻഡ് ലിംബ് ഓഫ് മാൻ. ഹൈൻഡ് ലിംബിലുള്ള ബോൺസ്, ഹൈൻഡ് ലിംബ് അല്ലേ അറിയാൻ നമുക്ക് 30 ആണ് ഹൈൻഡ് ലിംബ്സിലുള്ള ബോൺ. ഏതൊക്കെയാ 30 ബോൺസ്? ദർ ഇസ് ഫീമർ ഉണ്ട്, തുടയലില്ല, തൈബോൺ, ഫീമർ ഉണ്ട്. ദെൻ കാലില് ടിബിയ, ഫിബുല ഉണ്ട്. നീല് എന്തുണ്ട്? പെറ്റല്ല എന്ന് പറയുന്ന ബോൺ ഉണ്ട്. ഇതൊക്കെ സിംഗിൾ ബോൺസ് ആണ്. ദെൻ നമ്മുടെ ആംഗിളിൽ ടാർസൽസ് ഉണ്ട് അല്ലെ, ടാർസൽസ് 7 ആണ്, കാർപ്പൽസ് 8 ആണ്, ടാർസൽസ് 7 ആണ്, മാറിപ്പോയത്. മെറ്റാടാർസൽസ് ഉണ്ട്, മെറ്റാടാർസൽസ് 5 ആണ്. ദെൻ ഫെലാഞ്ചസ് ഉണ്ട് 14 അല്ലേ, ഫെലാഞ്ചസ് ഉണ്ട് 14. സോ ആൻസർ വിൽ ബി എന്താണ്? 30 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഹൈൻഡ് ബോൺ, ഹൈൻഡ് ലിംബ് ബോൺസ്. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 35. ദ എച്ച് സോൺ അല്ലേ നമ്മുടെ പഠിച്ചതാണ്, നമ്മുടെ സാർക്കോമിയറിന്റെ സ്ട്രക്ചർ പഠിച്ചതാണ്. ഇൻ ദ സ്കെൽറ്റൽ മസിൽ ഫൈബർ ഇസ് ഡ്യൂ ടു. എന്താണ് എച്ച് സോൺ എന്ന് വെച്ചാൽ നോക്കൂ, നമുക്ക് ദർ ഇസ് എൻ ആക്റ്റിൻ തിൻ ഫിലമെന്റ് ഉണ്ട്, അടുത്ത ആക്റ്റിൻ ഫിലമെന്റ് ഉണ്ട് ഇവിടെ അല്ല, അടുത്ത ആക്റ്റിൻ ഫിലമെന്റ് ഉണ്ട്. ദെൻ ദർ ഇസ് വേറെ ആരുണ്ട്? വേറെ നമ്മുടെ മയോസിൻ ഫിലമെന്റ് ഉണ്ട്. ദർ ഇസ് ആരുണ്ട്? മയോസിൻ ഫിലമെന്റ് ഉണ്ട് അല്ലേ, മയോസിൻ ഫിലമെന്റ് ഉണ്ട്. ദെൻ വീണ്ടും നമ്മൾ മറ്റൊരു അടുത്ത ലെയർ ഓഫ് ആക്റ്റിൻ വരയ്ക്കുകയാണ്, ആക്റ്റിൻ ഫിലമെന്റ് വരയ്ക്കുകയാണ്. ഓക്കെ, ആക്റ്റിൻ ഫിലമെന്റിന്റെ സെൻറ്ററിലൂടെ ആര് കടന്നു പോകുന്നത് നമ്മൾ പഠിച്ചത്? ആക്റ്റിൻ ഫിലമെന്റിന്റെ സെൻറ്ററിലൂടെ നമ്മുടെ സെഡ് ലൈൻ കടന്നു പോകുന്നുണ്ട്. ദെൻ മയോസിൻ ഫിലമെന്റിന്റെ സെൻറ്ററിലൂടെ എം ലൈൻ കടന്നു പോകുന്നുണ്ട് അല്ലേ. ദർ ഇസ് എം ലൈൻ ഉണ്ട്, ദർ ഇസ് സെഡ് ലൈൻ ഉണ്ട്. ദെൻ റെഡ് കളറിലുള്ളത് ആക്റ്റിൻ ആണ്, ബ്ലാക്ക് കളറിലുള്ളത് മയോസിൻ ആണ്, മയോസിൻ അല്ലേ. ഇനി എവിടെയാണ് നമ്മുടെ എ ബാൻഡും ഐ ബാൻഡും ഒക്കെ എവിടെ വരുന്നത് നമുക്ക് നോക്കാമല്ലോ. എ ബാൻഡും ഐ ബാൻഡും ഒക്കെ എവിടെ വരുന്നത് അല്ലേ. സോ ഈ ഒരു പോർഷൻ അല്ലേ, മയോസിൻ ഫിലമെന്റ് കാണുന്ന ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷനാണ് എന്ത്? ഇത്രയും പോർഷനാണ് എ ബാൻഡ് അല്ലേ. ഇനി ആക്റ്റിൻ ഫിലമെന്റ് മാത്രം കാണുന്ന പോർഷൻ ഉണ്ട് ഇവിടെ അല്ലേ, ദാറ്റ് പോർഷൻ ഇസ് കോൾഡ് ഐ ബാൻഡ്. ഐ ബാൻഡിൽ ആര് മാത്രമേ ഉള്ളൂ? ആക്റ്റിൻ ഫിലമെന്റ് മാത്രമേ ഉള്ളൂ. എ ബാൻഡിൽ ആക്റ്റിൻ ഉണ്ട്, മയോസിൻ ഉണ്ട്, മയോസിനാണ് കൂടുതലുള്ളത് അല്ലേ. ഇനി എന്താ എച്ച് സോൺ എന്ന് പറഞ്ഞാൽ? എച്ച് സോൺ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എച്ച് സോൺ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ദിസ് ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ, അതായത് എ ബാൻഡിൽ ആക്റ്റിൻ ഫിലമെന്റ് ഓവർലാപ്പ് ചെയ്യാത്ത ഭാഗം, ദാറ്റ് സോൺ ഇസ് കോൾഡ്, ദാറ്റ് ബാൻഡ് അല്ല, ദാറ്റ് സോൺ ഇസ് കോൾഡ് എച്ച് സോൺ അല്ലേ.
സോ ആ ഒരു സോൺ, അതായത് എ ബാൻഡിന്റെ അകത്ത് തന്നെ ആക്റ്റിൻ ഫിലമെന്റ് ഇല്ലാത്ത ഭാഗം, എ ബാൻഡിൽ മയോസിൻ ഫിലമെന്റ് മാത്രമുള്ള ആക്റ്റിൻ ഫിലമെന്റ് ഇല്ലാത്ത എ ബാൻഡിന്റെ സെന്റർ പോർഷൻ ഇസ് കോൾഡ് എച്ച് സോൺ അല്ലേ. അതാണ് നമ്മുടെ എച്ച് സോൺ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ആൻഡ് ആൾസോ നമുക്കറിയാം 2 സെറ്റ് ലൈനുകൾക്ക് ഇടയിലുള്ള പോർഷനാണ് ഒരു സാർക്കോമിയർ അല്ലേ. സോ ദ സെൻട്രൽ ഗ്യാപ്പ് ബിറ്റ്വീൻ മയോസിൻ ഫിലമെന്റ് ഇൻ ദി എ ബാൻഡ്, മയോസിൻ ഫിലമെന്റുകൾക്കിടയിൽ സെൻട്രൽ ഗ്യാപ്പ് ബിറ്റ്വീൻ മയോസിൻ ഫിലമെന്റുകൾക്കിടയിലുള്ള സെൻട്രൽ ഗ്യാപ്പ് ആണോ എച്ച് സോൺ? അല്ല, ഇൻ ബിറ്റ്വീൻ അല്ല. ഓക്കെ, ബിറ്റ്വീൻ എന്നുള്ളത് അവിടെ നമ്മൾ മാർക്ക് ചെയ്യുക. ദെൻ സെൻട്രൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ആക്റ്റിൻ ഫിലമെന്റ് എക്സ്റ്റെൻഡിങ് ത്രൂ ദ മയോസിൻ ഫിലമെന്റ് ഇൻ എ ബാൻഡ് അല്ലേ. അതായത് ഇതാണ് ആക്റ്റിൻ ഫിലമെന്റിന്റെയും മയോസിൻ ഫിലമെന്റിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് വിച്ച് ഇസ് എക്സ്റ്റെൻഡിങ് ത്രൂ ദ എ ബാൻഡ്. എ ബാൻഡിലൂടെ സെൻറ്ററിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ആക്റ്റിൻ ഫിലമെന്റുകൾക്ക് ഇടയിലുള്ള ഗ്യാപ്പാണ് എച്ച് സോൺ. ശരിയാണ് അല്ലേ. ദ സെൻട്രൽ ഗ്യാപ്പാണ് ഇൻ ബിറ്റ്വീൻ ആക്റ്റിൻ ഫിലമെന്റ് ആണ്. നിങ്ങൾ കണ്ടില്ലേ, ഇൻ ബിറ്റ്വീൻ ഈ ആക്റ്റിൻ ഫിലമെന്റിന്റെയും ഇടയിലാണല്ലോ ഇൻ ബിറ്റ്വീൻ ആക്റ്റിൻ ഫിലമെന്റ് എക്സ്റ്റെൻഡിങ് ത്രൂ ദ മയോസിൻ ഫിലമെന്റ് അല്ലേ. ഇതാ ഇവിടെ ഇത്രയും ഭാഗം മയോസിൻ ഫിലമെന്റിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഭാഗങ്ങളല്ലേ. ക്ലിയർ? സോ ദാറ്റ് ഇസ് ഇൻ ദ എച്ച് സോൺ. ക്ലിയർ? എക്സ്റ്റെൻഷൻ ഓഫ് മയോസിൻ ഫിലമെന്റ് ഇൻ ദി സെൻട്രൽ പോർഷൻ ഓഫ് എ ബാൻഡ് ആണോ? അല്ല, എക്സ്റ്റെൻഷൻ ഓഫ് മയോസിൻ ഫിലമെന്റ് അല്ല. ആബ്സെൻസ് ഓഫ് മയോഫിലമെന്റ് ഇൻ ദ സെൻട്രൽ പോർഷൻ ഓഫ് എ ബാൻഡ് അല്ല. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ആ ഒരു സാർക്കോമിയുടെ ഡയഗ്രാം നിങ്ങൾക്ക് മനസ്സിലാവണം കറക്റ്റ് ആയിട്ട്, എന്തൊക്കെയാണ് ഓരോ ഫിലമെന്റ്സും എന്തൊക്കെയാണ് ഓരോ ഫൈബേഴ്സും എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സോ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 36. ദ ആർട്ടിക്കുലേഷൻ ഓഫ് അറ്റ്ലസ്. ദ ഫസ്റ്റ് വെർട്ടിബ്രേ ആണ് അറ്റ്ലസ്. അറ്റ്ലസിന്റെ ആർട്ടിക്കുലേഷൻ എന്ത് ടൈപ്പ് മോഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുക? ഓക്കെ, ഫെസിലിറ്റേറ്റ് ചെയ്യുക. നമുക്കറിയാം ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസ് ആണ്, സെക്കൻഡ് വെർട്ടിബ്ര ആക്സിസ് ആണ്. അറ്റ്ലസിനും ആക്സിസിനും ഇടയിൽ ഒരു ജോയിന്റ് ഉണ്ട് അല്ലേ, പിവട്ട് ജോയിന്റ് എന്നാണ് വിളിക്കുക. പിവട്ട് ജോയിന്റ്, ദാറ്റ് പിവട്ട് ജോയിന്റ് ഇസ് ഫെസിലിറ്റേറ്റിംഗ് ദിസ് റൊട്ടേറ്ററി മൂവ്മെന്റ് ഓഫ് നെക്ക്. നമ്മുടെ നെക്കിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്തുള്ളത് കൊണ്ടാണ്? പിവട്ട് ജോയിന്റ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ദ റൊട്ടേറ്ററി മോഷൻ ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 37. The muscle band that remains unchanged during contraction and relaxation of the skeletal muscle. ചേഞ്ച് പറ്റാതെ, ഒരു ചേഞ്ചും ഇല്ലാതെ അവിടെ നിൽക്കുന്ന ആരാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? അത് എ ബാൻഡ് ആണ് അല്ലേ. മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത് ഐ ബാൻഡ് റെഡ്യൂസ് ചെയ്യും അല്ലേ, ബിക്കോസ് മയോസിൻ ഫിലമെന്റിന്റെ ഹെഡുകൾ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തിട്ട് ആക്റ്റിൻ ഫിലമെന്റുകളെ സെൻട്രലിലോട്ട് പിടിച്ച് വലിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഐ ബാൻഡ് റെഡ്യൂസ് ചെയ്യും, സാർക്കോമിയർ റെഡ്യൂസ് ചെയ്യും അല്ലേ. എന്നാൽ അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നും സംഭവിക്കാത്ത ഒരാളുണ്ട്, അത് എ ബാൻഡ് ആണ്. ബിക്കോസ് മയോസിൻ ഫിലമെന്റ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നില്ല. സ്ലൈഡിങ് ഫിലമെന്റ് തിയറിയിൽ പറയുന്നത് അല്ലെ, തിൻ ഫിലമെന്റ് സ്ലൈഡിങ് ഓവർ ദ തിക് ഫിലമെന്റ് ആണ്. തിക് ഫിലമെന്റ് അവിടെ നിൽക്കുകയാണ്, തിൻ ഫിലമെന്റ് എന്ത് ചെയ്യുന്നു? തിക് ഫിലമെന്റിന്റെ മേലെ കൂടെ സ്ലൈഡ് ചെയ്യുന്നു അല്ലെ. ദാറ്റ് ഈസ് സ്ലൈഡിങ് ഫിലമെന്റ് തിയറി. സോ അവിടെ തിക് ഫിലമെന്റ് മയോസിൻ ഫിലമെന്റ് മൂവ് ചെയ്യുന്നില്ല, എ ബാൻഡിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. എ ബാൻഡ് റിമൈൻസ് അൺചേഞ്ച്ഡ് ആണ്. സോ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആണ്. ഓക്കെ, അതേസമയം ഐ ബാൻഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, എച്ച് സോൺ റെഡ്യൂസ് ചെയ്യുന്നു, ഫൈനലി ഡിസപ്പിയർ ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത്. എന്നാൽ എ ബാൻഡ് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 38. ചൂസ് കറക്റ്റ് ഓപ്ഷൻ ആണ്. ഡ്യൂറിങ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ, വീണ്ടും മസിൽ കോൺട്രാക്ഷൻ തന്നെയാണ്. ATP ഹൈഡ്രോളിസിസ് ഒക്കേഴ്സ് ഡ്യൂറിങ് റൊട്ടേഷൻ അല്ലേ. നമ്മൾ ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷന്റെ റൊട്ടേഷൻ ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. അതായത് നമ്മൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ വഴി മോട്ടോർ എൻഡ് പ്ലേറ്റ് വഴി സിഗ്നൽ മസിൽസിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ സൈറ്റോപ്ലാസത്തിൽ അല്ലെ സാർക്കോപ്ലാസമിക് സിസ്റ്ററിനെ അല്ലെങ്കിൽ സാർക്കോപ്ലാസമിക് റെറ്റിക്കുലറിന് കാൽസ്യം റിലീസ് ചെയ്യും. ആ കാൽസ്യം പോയിട്ട് ട്രോപ്പോണിന് പോയിട്ട് ബൈൻഡ് ചെയ്യുമ്പം അവിടെ ട്രോപ്പോണിൻ ആക്റ്റിൻ്റെ മയോസിൻ ബൈൻഡിങ്സ് ആയിട്ട് ഫ്രീ ആക്കുമെന്നും അവിടെ പോയിട്ട് മയോസിൻ്റെ ഹെഡ് ബൈൻഡ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. മയോസിൻ്റെ ഹെഡ് ബൈൻഡ് ചെയ്യാൻ സഹായിക്കുന്നത് അവിടെ മയോസിൻ്റെ ഹെഡിൽ ATPase എൻസൈം ഉണ്ട്, ATP ബൈൻഡിങ് സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ATPന്റെ ഹൈഡ്രോളിസിസ് നടന്നിട്ട് അല്ലേ, ATP ഹൈഡ്രോളിസിസ് അല്ലേ, ATP by the help of ATPase enzyme, okay, present on the myosin, neuromyosin head, okay, which is converting ATP into ADP and inorganic phosphate, which is releasing energy, and using that energy cross bridge is formed in between
മയോസിൻ ആൻഡ് ആക്റ്റിൻ ഫിലമെന്റ് ആണ്. ഓക്കെ, അതിങ്ങനെ ആ ക്രോസ് ബ്രിഡ്ജ് പുതിയ ATP വരുമ്പോൾ ക്രോസ് ബ്രിഡ്ജ് ബ്രേക്ക് ചെയ്യും, വീണ്ടും ATP ഹൈഡ്രോളിസിസ് നടക്കും, വീണ്ടും അവിടെ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും, അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. സോ ഡ്യൂറിങ് ക്രോസ് ബ്രിഡ്ജ് ഫോർമേഷൻ ATP ഹൈഡ്രോളിസിസ് ഒക്കേഴ്സ് ഡ്യൂറിങ് റൊട്ടേഷൻ എന്നുള്ളത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, റിലീസ് ഓഫ് അസറ്റൈൽ കോളിൻ ഒക്കേഴ്സ് വെൻ ന്യൂറൽ സിഗ്നൽസ് റീച്ചസ് മോട്ടോർ എൻഡ് പ്ലേറ്റ്. മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആണ് അല്ലെ. ഒരു മോട്ടോർ ന്യൂറോൺ വന്നിട്ട് മസിൽസിലേക്ക് മുട്ടുന്ന ആ ഒരു ജംഗ്ഷൻ അല്ലേ, ന്യൂറോണിന്റെയും മസിലിന്റെയും ജംഗ്ഷൻ, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ, അവിടെയാണ് മോട്ടോർ എൻഡ് പ്ലേറ്റ് ഉള്ളത്. അവിടെ ആ ജംഗ്ഷൻ ഒരു സിനാപ്സ് ആണ്. സിനാപ്സിലൂടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ദാറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് അസറ്റൈൽ കോളിൻ. അസറ്റൈൽ കോളിൻ ആണ് അവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ന്യൂറൽ സിഗ്നൽ റീച്ചസ് മോട്ടോർ എൻഡ് പ്ലേറ്റ് വയ അസറ്റൈൽ കോളിൻ. സോ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ ദർ ഈസ് നോ ചേഞ്ച് ഫോർ ഐ ബാൻഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമ്മൾ മുന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞു ഐ ബാൻഡ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എ ബാൻഡിനാണ് ചേഞ്ച് ഇല്ലാത്തത് അല്ലേ. സോ ഓപ്ഷൻ സി തെറ്റാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഓപ്ഷൻ? എയും ബിയും ട്രൂ ആണ്, സി ഫോൾസ് ആണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. നമ്മളതല്ലേ കണ്ടത്, ഓപ്ഷൻ എയും ബിയും ശരിയാണ്, സി തെറ്റാണ്. ഓക്കെ, 39th ക്വസ്റ്റ്യൻ ഡയഗ്രാം ആണ്, ലേബൽ ചെയ്യാനാണ്. ഓക്കെ, എ ആരാണ്? എ എന്ന് പറയുന്ന പോർഷൻ നമ്മൾ കണ്ടതാണ്, ഇത് പ്യൂബിക് സിംഫൈസ് ഒക്കെ വരുന്ന ഭാഗമാണ്, പ്യൂബീസ് ആണ് എ അല്ലേ. ബി ദർ ഇസ് നോ ഡൗട്ട് ഇറ്റ് ഇസ് ഫീമർ ആണ്. സി എന്ന് പറഞ്ഞതല്ലേ, ലെഗിൽ 2 ബോൺസ് ഉണ്ട്, അതിൽ കട്ടി കൂടിയത് തിക്നെസ് കൂടിയത് ടിബിയ ആണ്, ടിബിയ. തിക്നെസ് കുറഞ്ഞതാണ് ഫിബുല. അപ്പൊ ടി വെച്ച് ഓർത്ത് വെക്കുക, തിക്നെസ്. ഓക്കെ, ദെൻ ദർ ഇസ് ഡി എന്ന് പറയുന്നത് നമ്മുടെ കോക്സൽ ബോണിന്റെ 3 പോർഷൻസ് ആണ്, ഇഷ്യം, ഇലിയം, പ്യൂബീസ് ആണ്. സോ ഇറ്റ് ഇസ് ഇലിയം അല്ലേ. ദെൻ ദിസ് പോർഷൻ അല്ലേ, വെർട്ടിബ്രൽ കോളത്തിന്റെ ലാസ്റ്റ് പാർട്ടാണ് വിച്ച് ഇസ് ജോയിനിങ് വിത്ത് ദിസ് പെൽവിക് ഗേർഡിൽ വിച്ച് ഇസ് കോൾഡ് സാക്രം അല്ലേ, സാക്രം. സോ ലെറ്റ് സീ ദ ഓപ്ഷൻസ്. എ പ്യൂബീസ് ആണ്, ബി ഫീമർ ആണ്, സി ടിബി ആണ്, ഡി ഇലിയം ആൻഡ് ലാസ്റ്റ് വൺ സാക്രം അല്ലേ. സോ പ്യൂബിസ്, ഫീമർ, ടിബിയ, ഇലിയം, സാക്രം, ഓപ്ഷൻ ഡി അല്ലേ, അതല്ലേ കറക്റ്റ് ഓപ്ഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്പർ 40. ക്വസ്റ്റ്യൻ നമ്പർ 40 is the last question from this module 9. ഡ്യൂറിങ് മസിൽ കോൺട്രാക്ഷൻ എന്താണ് സംഭവിക്കുന്നത്? കെമിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാകുന്നുണ്ടോ? മസിൽ കോൺട്രാക്ഷൻ്റെ സമയത്ത് ഇലക്ട്രിക്കൽ എനർജി അല്ല ഉണ്ടാകുന്നത്. മെക്കാനിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് കെമിക്കൽ എനർജി ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അല്ല. കെമിക്കൽ എനർജി വെച്ചിട്ട് ഫിസിക്കൽ എനർജി ഉണ്ടാക്കുന്നുണ്ടോ? കെമിക്കൽ എനർജി ഈസ് ചേഞ്ച് ഇൻടു മെക്കാനിക്കൽ എനർജി. അതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ കെമിക്കൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് ATP അല്ലേ, ATPനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മെക്കാനിക്കലായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു അല്ലേ. നമ്മൾ ആ മസിൽ കോൺട്രാക്ഷൻ പോയി നമ്മൾ മെക്കാനിക്കൽ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മെക്കാനിക്കൽ എനർജിയിലെ മൂവ്മെന്റ്, ലൊക്കോമോഷൻ. സോ ഹിയർ കെമിക്കൽ എനർജി ഈസ് ചേഞ്ച്ഡ് ഇൻടു മെക്കാനിക്കൽ എനർജി. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൊഡ്യൂൾ 9. നമ്മൾ ഡൈജഷൻ പഠിച്ചു, അതുപോലെ ബ്രീത്തിങ് ഡിസ്കസ് ചെയ്തു, ലൊക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ഈ 3 ചാപ്റ്റേഴ്സ് എന്നുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 9 ഡിസ്കസ് ചെയ്തത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഫോർ ഓൾ. ഓക്കെ, ഫോർ ഓൾ. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എല്ലാവരും. ദാറ്റ്സ് ഓൾ.